ഹായ് ഫ്രണ്ട്സ്, തുട്ടി വിത്ത് കുട്ടീസിൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഞങ്ങൾ നമ്മുടെ ഇന്ത്യച്ചിരി വീട്ടിൽ നമ്മൾ പൂരത്തിന് പോയൊരു വ്ളോഗാട്ടെ. കുറച്ച് ദിവസമായി പൂരം കഴിഞ്ഞിട്ട് ഇതിൻ്റെ കാര്യം സത്യത്തിൽ ഞാൻ മറന്നു. ഇപ്പോൾ നോക്കിയപ്പോഴാണ് കണ്ടത്. അപ്പോൾ ഞാൻ വേഗം വോയിസൊക്കെ കൊടുത്തിടാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ നമ്മുടെ മുത്തേച്ചി 2 ദിവസം മുമ്പേ പോയിരുന്നു. പിള്ളേർക്കൊക്കെ ലീവായ കാരണം എനിക്ക് അന്നാണ് വരാൻ പറ്റിയത്. അപ്പോൾ ഈ വിഷ്വൽസൊക്കെ എടുത്തത് അവളുടെ ഫോണിലാണ് കേട്ടോ. ഇത് ദേ തനുവിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ഒരാളും കൂടി ഉണ്ട്, ഫെസ്റ്റി കുട്ടിയാണ് വന്നത്. അപ്പോൾ അവരിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇതാളും കൂടി വരും അല്ലേ, മീനാക്ഷി. എന്നിട്ട് ഞങ്ങള് പൂരൊക്കെ കാണാൻ പോകും. ആ തുട്ടി വരില്ല വരില്ല എന്ന് പറഞ്ഞിട്ട് ആ തുട്ടി ഇവിടേക്ക് എത്തി. അവിയൽ കൂട്ടാൻ ഞാൻ വെച്ചുട്ടോ. സർലാസും തെച്ചിയ പയറുങ്ങായി പിന്നെ ഞാൻ വെച്ചു. മീൻ കൂട്ടാൻ ഞാൻ വെച്ചു. ബീഫ് ഞാൻ വെച്ചു. അമ്മ വെച്ചു. ചിക്കൻ ഞങ്ങളെല്ലാവരും കൂടി വെച്ചു. സാമ്പാറുണ്ടായിരുന്നല്ലോ, സാമ്പാറും ഞാൻ വെച്ചു. അവളൊന്നും വെച്ചില്ല. അവള് ഗസ്റ്റാന്ന് പറഞ്ഞിട്ട് ഇരിക്കുക. ഹായ് പറഞ്ഞതങ്ങ്. ഹായ്. ബീഫ് പറഞ്ഞോ. അപ്പോൾ പിള്ളേരുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇരിക്കുകയാണ് കേട്ടോ. ഞങ്ങളല്ല ഞാനിരും കൂടി ഇരുന്നു തോന്നുന്നുണ്ട്. ഇവരൊക്കെ ഇരിക്കട്ടെ, ചേട്ടന്മാരും കൂടി ഇരിക്കുകയാണ്. അപ്പോഴേക്കും ഞാൻ മിഴിക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തിരുന്നു കേട്ടോ. ഫുഡൊക്കെ നല്ല രസമുണ്ടായിരുന്നു. മുത്തേച്ചിയും തേച്ചിയും അമ്മയും കൂടിയിട്ടാണ് വെച്ചത്. അമ്മ രാവിലെ ആയിട്ട് പോയത്. പിന്നെ മുത്തേച്ചിയും തേച്ചിയും കൂടി നല്ല രസത്തിൽ ഫുഡൊക്കെ വെച്ചു എന്ന് അവർ പറയാൻ പറഞ്ഞു. കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ അന്നൊരു ഞായറാഴ്ച കാരണം എല്ലാവർക്കും വരാൻ പറ്റി. ആനയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ. അമ്മ എങ്ങനെയുണ്ട് കറികളൊക്കെ ഞാൻ വെച്ചത്? എന്റെ കൂട്ടനോടെ ഹായ് പറഞ്ഞേ. പിന്നെ തനുവിൻ്റെ വേറൊരു ഫ്രണ്ടും കൂടി വന്നു. അപ്പോൾ അതേ അവർ 3 പേരിങ്ങനെ കത്തി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, വർത്താനൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പൂരം നമ്മുടെ ആ വഴി കൂടെ വരില്ല, ഇങ്ങനെ റോട്ടിൽ കൂടെ ഇങ്ങനെ മെയിൻ വഴി കൂടെ പോകും. ഇതൊരു വലിയ പൂരാട്ടോ, പെരിങ്ങോട്ടുകര ഉത്സവം, ഒരു ഉത്സവം എന്നാണ് പറയുക. അപ്പോൾ നമ്മളൊരു എന്താ പറയുക, ഒരു 3 കൊല്ലം ആയിട്ടുള്ളൂ തോന്നുന്നുണ്ട് ഇങ്ങനെ പോയി തുടങ്ങിയിട്ടാ. നമ്മൾ പോകാറില്ല. അപ്പോൾ അതേ ഞങ്ങളെല്ലാവരും നല്ല റെഡിയൊക്കെ ആയിട്ട് പൂരം കാണാൻ നിൽക്കുക കേട്ടോ. ആനപ്പൂരമായ കാരണം എനിക്ക് ഇത്തിരി പേടിയുണ്ട്. എനിക്ക് ആനേനെ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ ഇത്തിരി ഇറങ്ങിയിട്ടൊക്കെയാണ് നിൽക്കുക കേട്ടോ. മേയ്ക്കാണെന്ന് ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അവൾ എടുക്കാൻ പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ മുത്തേച്ചിക്ക് അനുസരിച്ചെങ്കിൽ ഉണ്ണീനെ കൊണ്ട് ഡോക്ടറെ അടുത്തേക്ക് പോകണ കാരണം അവൾക്ക് പൂരം കാണാൻ പറ്റിയില്ല. അവൾ ഇപ്പം തന്നെ പോവും. അവൾ കഴിഞ്ഞ പോലെ ഞങ്ങളുടെ ചോദിച്ചിരുന്നു, പൂരത്തിനും കാണാൻ പറ്റിയില്ല. അത് ഞങ്ങൾ പറഞ്ഞിരിക്കുകയായിരുന്നു, ഒരു പൂരം കാണാൻ പറ്റില്ലായിരുന്നു. കറക്റ്റ് സമയമായപ്പോൾ അവൾ പോയിട്ടാ. പിന്നെ ഞങ്ങൾ പൂരപ്പറമ്പിലേക്ക് പോകണത് വൈകുന്നേരം കേട്ടോ. എനിക്ക് ഇവിടുത്തെ പൂരം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിരിക്കുകയാണ്. ഒരു പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വൈകുന്നേരം പൂരത്തിന് പോണതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ വൈകുന്നേരം പൂരപ്പറമ്പിലേക്ക് പോണത്. ഭയങ്കര വലിയ പൂരമാണ്, കുറേ സ്ഥലമുണ്ട്. അപ്പം അങ്ങനെ അവിടെ കൈ നോക്കാനിരിക്കണതും പണ്ടത്തെ ഒരു വൈബാണ് ആ പൂരത്തിനായിട്ട്. അത് കാരണം എനിക്ക് ആ ഒരു ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പോണത് പൂരത്തിന്. അപ്പോൾ പൂരമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ചു പോന്നു കേട്ടോ. മുത്തേച്ചി നേരെ ഡോക്ടറെ അടുത്തേക്ക് പോയി. പിന്നെ ഞങ്ങൾ 3 പേരും ഇങ്ങോട്ട് പോന്നു കേട്ടോ. പിന്നെ ചേട്ടന്മാരൊക്കെ അവിടെ ഇരുന്നു, അവരൊന്നും വന്നില്ല കേട്ടോ. അപ്പോൾ പൂരം ഇവിടെ നിന്ന് പോയിട്ട് തനുവിൻ്റെ ഫ്രണ്ട്സും നീലയുടെ ഫ്രണ്ട്സും കൂടിയിട്ട് പൂരത്തിന് പോയിട്ടാ ഞങ്ങൾ അങ്ങോട്ട് പോയി.
ആനപ്പൂരമായ കാരണമാണ് ഞങ്ങൾ മെയിൻലി അങ്ങോട്ട് പോകാണ്ടിരുന്നത് കേട്ടോ. അപ്പം കാരണം ആന ഇങ്ങനെ ഇടഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓടാനായിട്ട് ഞങ്ങളെയും കൊണ്ട് ഓടണ്ടേന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ മുത്തശ്ശിയുടെ ഒപ്പം സിദ്ധും ഓമും കൂടി പോയ കാരണം വസു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ അവളുടെ വീടിൻ്റെ ബാക്കിലേക്ക് ഇറങ്ങിയതാട്ടാ. അവളുടെ വീട് അവൾക്ക് ഇങ്ങനെ എന്താ പറയുക, പാടം, പറമ്പ് അങ്ങനത്തെ ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. അതേപോലെ തന്നെയാണ് അവൾക്ക് കിട്ടിയിട്ടുള്ളത്. അവളുടെ വീടിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു പാടവും പിന്നെ അവൾക്ക് കുറേ പറമ്പും അങ്ങനെയൊക്കെ ഉള്ളൊരു വൈബാണ്. നമുക്ക് അങ്ങനെ ഇല്ലാത്ത കാരണം നമുക്ക് അവിടെയൊക്കെ പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമാട്ടാ ഇങ്ങനെ ഇറങ്ങാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇറങ്ങി കുറേ റീൽസ് എടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അവിടേക്കല്ലേ പിന്നെ അങ്ങോട്ടാ? അതെ ഞാൻ വിചാരിച്ചു അവിടെ ഒരു വീട് നോക്കണേ ചേച്ചിയാ. സിദ്ധം പറഞ്ഞ തങ്കത്തിന് എന്തിട്ടാണ് കിട്ടിയത്? എന്തിട്ടാണ് കിട്ടിയത്? അതിന് പേര് പറഞ്ഞെടുക്ക്. കശുമാങ്ങ. കശുമാങ്ങ നിനക്കറിയാം. കഴുകിട്ട് തരാട്ടാ. ഒരു കശുമാങ്ങ വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ എറിഞ്ഞു വീഴ്ത്തിയ കശുമാങ്ങ. ആദ്യം പറമ്പിൽ എന്തോരം കശുമാങ്ങ അത് കേട്ടാ. അത് ഇതല്ല, ഒരു ഉണ്ട ഉണ്ടായിരുന്നു പല സൈസില്. നല്ല രസം. ആ ചൊമ്പ ഉണ്ടായിരുന്നു. ആ അത് കറിയോ ഇഷ്ടായില്ലേ? അതിമേത്താവും ദിമേത്താവൂടെ എന്താ ഇഷ്ടായാ? അപ്പം അങ്ങനെ നമ്മൾ ഉച്ചക്കലത്തൊക്കെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് അമ്മായിയുടെ വീട്ടിലൊക്കെ പോയിട്ടാ. അതൊക്കെ കഴിഞ്ഞിട്ട് ദേ നമ്മൾ പൂരത്തിന് നൈറ്റ് ഇറങ്ങിയൊക്കെയാണ്. ഈ വട്ടം കുറച്ചും കൂടി നേരം വൈകി. നമ്മൾ ഇത്രയ്ക്ക് വൈകാറില്ല. നമ്മൾ സാധാരണ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോവാറ്. പക്ഷേ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരുവിധം നേരമായിരുന്നു ഈ വട്ടം. കാരണം 10 മണിയൊന്നുമല്ല, അതിന് 10 മണിയൊക്കെ കഴിഞ്ഞു തോന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് പോവാട്ടാ. എന്താ പറയുക, നമ്മൾ ആരെങ്കിലും ഒരാൾ മിസ്സാവാറുണ്ട് എന്തിട്ടെങ്കിലുമൊക്കെ പരിപാടിക്ക്. പക്ഷേ ഇപ്പം നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി നടന്ന് പോവാണ്. പിന്നെ ഈ ഇവിടുത്തെ പൂരത്തിന് പ്രത്യേകതയുണ്ട്. നമ്മുടെ പോലെ കുറച്ച് സ്റ്റാളുകളൊന്നുമല്ല. അവിടെ പറയുക ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെയുള്ള സാധനങ്ങൾ വിൽക്കാനുണ്ടാവും എന്ന് പറയുന്നുണ്ട്. അതേപോലെയാണ് സാധനങ്ങൾ. ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഇങ്ങനെ ഇങ്ങനെ ഓരോ സ്റ്റാളുകൾ ഇട്ടിട്ട് കാണാട്ടാ. ഞാൻ അങ്ങനെ എല്ലാ പൂരത്തിനൊന്നും കണ്ടിട്ടൊന്നുമില്ല. ഇവിടെയാണ് ഇങ്ങനെ കാണാറുള്ളത്. പിന്നെ ഈ പാടത്തൊക്കെയാണ് ഇങ്ങനെ കുറേ, ഇപ്പം ഈ വട്ടം കുറവായിരുന്നു തോന്നുന്നു കൈ നോക്കുന്ന ആൾക്കാർ. അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ചിമ്മിനി വിളക്കില്ലേ, ചിമ്മിനി വിളക്കിനില്ലേ, അത് എന്നിട്ടാണ് ഒരു വിളക്ക് ഇങ്ങനെ വെച്ചിട്ട് കുറേ അമ്മാവന്മാർ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കണ കാണാം കൈ നോക്കാനായിട്ട്. അതന്നെ ഒരു ഭയങ്കര രസമുള്ള ഒരു കാഴ്ചയായിട്ടാ. ഈ വട്ടം കുറവായിരുന്നു തോന്നുന്നു ആൾക്കാർ. ഒരു 5-6 പേരുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയല്ല, പാടം മൊത്തം ഇരിക്കാറുണ്ട്. അപ്പം അമ്മായിയൊക്കെ നമ്മളിങ്ങനെ വരുമ്പോൾ അവർ അങ്ങോട്ട് വരാറുണ്ട്. ഈ വട്ടം അമ്മായിക്കൊന്നും വരാൻ പറ്റിയില്ല. ശബരിമല വന്നിരുന്നു, പക്ഷെ അവർ പൂരപ്പറമ്പിക്ക് വന്നില്ല. അപ്പം നമ്മൾ വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഉണ്ണിക്കുട്ടനും പാറൊക്കെ വന്നു കേട്ടാ. അപ്പം അവരൊക്കെ കണ്ട് പൊന്നപ്പനാണോ പേടിയോ? അതെ. അപ്പോൾ ഈ വട്ടം ഞാൻ പൊന്നപ്പനെ കൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയായിരുന്നു. എനിക്ക് കുറച്ച് കമ്മലുകളൊക്കെ വാങ്ങിക്കണമായിരുന്നു. മിഴിക്കും മേയ്പ്പ് അംഗൻവാടിയിലൊക്കെ പോയി തുടങ്ങല്ലേ. പക്ഷേ ഒന്നും വാങ്ങിക്കാൻ നമുക്ക് നേരം കിട്ടിയില്ല കേട്ടാ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വയ്യാണ്ടായി നടന്നിട്ട് ഒരു സുഖം ഉണ്ടായിരുന്നില്ല. പിള്ളേർക്കൊക്കെ പിന്നെ പനിയും ചുമയ്ക്കുള്ള കാരണം വേഗം പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മളധികം പർച്ചേസിങ്ങിനൊന്നും ഇറങ്ങിയില്ല. 2-3 കമ്മലൊക്കെ വാങ്ങി, അല്ലാണ്ട് വേറെ ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം എല്ലാവരും രക്ഷപ്പെട്ടു.
അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെയോ വാങ്ങിച്ചു കഴിച്ചു എന്ന് തോന്നുന്നുണ്ട്. ആന എന്തോ വാങ്ങിച്ചു കഴിച്ചു. അപ്പം അങ്ങനെ എല്ലാവരും കൂടി ഇതേ കറങ്ങി. കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. എനിക്ക് എല്ലായിടത്തും പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു, വെറുതെ കാണാനെങ്കിലും. പക്ഷെ പോകാനൊന്നും പറ്റിയില്ല. വേഗം പോയിട്ട് വന്നു. എനിക്കും വയ്യായിരുന്നു, എല്ലാവർക്കും വയ്യായിരുന്നു. കുറച്ചും കൂടി നേരം നമ്മൾ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പിള്ളേരൊക്കെ ഒരു വിധാവും. നാളേക്കും സ്കൂളുള്ളതില്ല. വേണ്ട, അത് നോക്കിയിട്ട് തന്നെ, അത് നോക്കിയിട്ട്. ഈ കമ്മൽ എനിക്ക് നവീൻ ചേട്ടൻ വാങ്ങിച്ചു തന്നതാട്ടാ. അല്ല ഇങ്ങനല്ലേ, എനിക്ക് ഇങ്ങനത്തെ മോഡലില്ല. കൃഷ്ണനല്ലേ ഇത്? പിന്നെ ഒരു കമ്മലും കൂടി ഉണ്ട്, അത് കാണിച്ചു തരാം. അമ്മ നോക്കിയമ്മ. അപ്പോൾ അവിടെയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ മെയിൻ കലാപരിപാടി കൈ നോക്കാനായിട്ടാണ്. ഇതിലൊന്നും വലിയ വിശ്വാസങ്ങളൊന്നും ഇല്ല. വെറുതെ നമ്മൾ വെറുതെ ഇങ്ങനെ പോകുമ്പോൾ ഒരു ഇത് ഇങ്ങനെ പറയണത് കേൾക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നോക്കണതായിട്ട് എല്ലാവരും നോക്കും. അപ്പോൾ അതൊക്കെ നോക്കി കേട്ട് നമ്മൾ പോയിട്ട് വീട്ടിലേക്ക്. അപ്പോൾ നമ്മുടെ വ്ളോഗ് എത്രയ്ക്കുള്ളൂ. നമ്മുടെ ഇഷ്ടമായ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.